എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അരങ്കാറും റുക്കയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ മോൺസ്റ്റർ അതിന്റെ ബീസ്റ്റ് ഫോമിലേക്ക് മാറി റുക്കയെ പേടിപ്പിക്കുകയാണ്. റുക്കയ്ക്ക് നന്നായിട്ട് അറിയാം അവളുടെ ബോസിന്റെ സോൾ റീപ്പറിന്റെ പവർ അതാ ഹോലോ അരങ്കാർ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് അരങ്കാസിന്റെ പവറും കൂട്ടി യോജിപ്പിച്ച് കമ്പൈൻ ചെയ്താണ് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ മാത്രമല്ല ഇവന്റെ ലക്ഷ്യം അത് സോൾ റീപ്പേഴ്സ് ആണ്. സോൾ റീപ്പേഴ്സിന്റെ പവർ അബ്സോർബ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത്രയും വേഗം ഇവനെ നശിപ്പിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് മാത്രമല്ല എന്റെ ഫ്രണ്ട്സിനും അത് വലിയൊരു തലവേദനയായി മാറുമെന്ന് പറഞ്ഞ് റുക്കിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവനെ തകർക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അടുത്ത നിമിഷം ആ ബീസ്റ്റ് അതാണെങ്കിൽ വീണ്ടും ആ ഒരു ബോസിന്റെ രൂപത്തിലേക്കായി മാറുകയാണ്. റുക്കിയ്ക്കാണെങ്കിൽ അത് കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ രൂപത്തെ നശിപ്പിക്കാനോ വെട്ടി പരിക്കേൽപ്പിക്കാനോ അവളെ കൊണ്ട് പറ്റുന്നില്ല. അവൾ നിസ്സഹായായിട്ട് അടുത്തേക്ക് ഓടി ഓടി വരും. അത് അവളുടെ ക്ലോസ് തന്നെ താമസം വീണ്ടും ആ ടെന്റിക്കിൾസ് ഒക്കെ ഉള്ള ബീസ്റ്റ് ആയിട്ട് മാറുകയാണ്. അതാണെങ്കിൽ ടെന്റിക്കിൾസ് ഉപയോഗിച്ച് റുക്കിയെ പിടിച്ചു വലിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യനും ആ ഒരു ബീസ്റ്റ് ലേഡിയും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. കണ്ണാടി പയ്യൻ ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്ത് അവിടെ തന്നെ കുടുക്കി നിർത്തുകയാണ്. അവളുടെ പവർഫുൾ അറ്റാക്കില് അവിടെയുള്ള ഒരുപാട് തൂണുകൾ അങ്ങനെ അച്ചറം പൊച്ചറം തകർന്ന് താഴെ വീഴും. അപ്പൊ ദൂരത്തായിട്ട് ആരോ ഒരാള് ആ തൂണിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല ആ ഹോളോ കുഞ്ഞിപ്പെണ്ണിന്റെ ബ്രദർ. അവനാണെങ്കിൽ അവളെ അന്വേഷിച്ചാണ് അവിടേക്ക് എത്തിയത്. കണ്ണാടിപ്പയ്യന്റെയും ആ അരങ്കാരന്റെയും ഫൈറ്റ് കണ്ട് അവനാണെങ്കിൽ പേടിച്ച് അങ്ങനെ മാറി നിൽക്കുകയാണ്. അവൻ ആ ഫൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ അരങ്കാർ ഹോളോയ്ക്ക് ഭയങ്കര പവറാണ്. ഈ ഫൈറ്റിൽ അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ കണ്ണാടിപ്പയ്യനോടൊപ്പം അവന്റെ കഥയും ആ ഒരു അരങ്കാർ കഴിക്കുമെന്ന് അവന് നന്നായിട്ട് മനസ്സിലാവും. അവൻ ആ അരങ്കാർ ലേഡിയെ കറക്റ്റായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യും. അവളുടെ വേഷവും ഡ്രസ്സും വെപ്പൻസും അതെല്ലാം കാണുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കും ഐസൻ ക്രിയേറ്റ് ചെയ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അരങ്കാറാണ് അവളെന്ന്. സോ അവളുടെ കണ്ണിൽ പെടുന്നതിന് മുൻപ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏതു ഭാഗത്തൂടെ രക്ഷപ്പെടണം എന്ന് ആലോചിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അരങ്കാർ ലേഡി അവൾ നിസ്സാരക്കാരിയല്ല. അവൾ കറക്റ്റായിട്ട് അവൻ അവിടുന്ന് പാസ് ചെയ്യുന്നത് കാണുകയാണ്. ഈവൻ അവനൊരു ഹോളോ ആണെങ്കിലും അവൾക്ക് അവൻ അവിടേക്ക് വന്നത് ഒട്ടും ഇഷ്ടാവില്ല. അവനെയും തകർക്കണം എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്ന് അവൾ പല്ല് കടിച്ച് ഇപ്പൊ അവനെ തന്നെ നോക്കും. ആ ഹോളോ ബ്രദർ ആണെങ്കിൽ നൈസായിട്ട് അവന്റെ തല ഉയർത്തി മുകളിലേക്ക് നോക്കും. അപ്പൊ അവൻ കാണും അവളുടെ ആ വെപ്പൻ കറക്കി അവനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ളിൽ തന്നെ അവളത് അവന് നേരെ വലിച്ചെറിയും. പക്ഷെ അവൻ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആശ്വാസം. കാരണം അവളെ റെസിസ്റ്റ് ചെയ്യാൻ ഇപ്പൊ അവന് ഒരാളെ കൂടെ കിട്ടി. മാത്രമല്ല അവളുടെ പവർഫുൾ ആയ വെപ്പൻ അറ്റാക്കിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. സോ ഇനി എനിക്കും അവനും രണ്ടുപേർക്കും ഒരുമിച്ച് അവളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ അവനങ്ങനെ റെഡിയായിട്ട് നിൽക്കും. പക്ഷെ കണ്ണാടിപ്പയ്യന്റെ ചിന്തകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവളാണെങ്കിൽ ഇപ്പൊ അവർ രണ്ടുപേരെയും അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. ആ ഹോലോ ബ്രദർ ആണെങ്കിൽ ഓ നോ എന്ന് നിലവിളിച്ച് മുൻപോട്ടേക്ക് ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കണ്ണാടിപ്പയ്യനും ചാടി ഓടും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിനവൻ പറയും, ഞാൻ വന്നത് സഹായിക്കാനോ ആ അരങ്കാറുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ അല്ല, മറിച്ച് കാണാതായി പോയ എന്റെ സിസ്റ്ററിനെ അവളെ അന്വേഷിച്ചാണ്. അവൾ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇച്ചുകോടെ പിന്നാലെ ഓടിപ്പോയി. സോ അവളെ കണ്ടെത്താനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇങ്ങനെ സംസാരിക്കുന്ന അതേ സമയം തന്നെ അവൾ വീണ്ടും വെപ്പൻ കറക്കേറിയും. അതിന് ആ ഹോളോ ബ്രദർ അവൻ കണ്ണാടിപ്പയ്യനെ തള്ളി മാറ്റി ഇപ്പൊ അവളോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. എന്റെ ബോഡിക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതുമാത്രമല്ല എനിക്ക് നിന്റെ അണ്ടർവെയർ പോലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അരങ്കാർ ലേഡി ആണെങ്കിൽ അത് കേട്ട് കുറച്ച് നാണമൊക്കെ വന്ന് അവളങ്ങനെ അവളുടെ തുണിയൊക്കെ പൊത്തിപ്പിടിക്കും. ഇളകിയ ലേഡി ആണെങ്കിൽ ആ വെപ്പൻ അങ്ങനെ കറക്കി അവനെ അറഞ്ചം പുറച്ച് അടിക്കാൻ ശ്രമിക്കും. അതിനവനാണെങ്കിൽ അവന്റെ വായിലൂടെ എന്തോ ഒരു ലിക്വിഡ് നല്ല ഫോഴ്സിൽ അവൾക്ക് നേരെ അടിക്കും. അത് കണ്ട് അവളാണെങ്കിൽ ജീവനം കൊണ്ട് അവിടുന്ന് ഓടും. അവന്റെ വായിൽ നിന്ന് വന്ന ആ ലിക്വിഡ് അതാണെങ്കിൽ അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോരോ തൂണിലും അങ്ങനെ മാറി മാറി ചവിട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ബ്രോ ഹോളോ അവൻ നിസ്സാരക്കാരനല്ല. അവന്റെ മുഴുവൻ പവറും എടുത്ത് ആ ഒരു സ്പിറ്റ് അതെല്ലാ പില്ലേഴ്സിലും അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും.
അവള് കൺട്രോൾ നഷ്ടപ്പെട്ട് അതിലൊരു പില്ലറിൽ ചവിട്ടും. ഉടനെ ആ ഒരു സ്പിറ്റിൽ ചവിട്ടി തെന്നി അവൾ അങ്ങനെ കറങ്ങി അടിച്ച് താഴെ വീഴും. ആ ഹോലോ ബ്രോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കുലുക്കവുമില്ല. അവനങ്ങനെ ഹായ് ആയിട്ട് അവളുടെ അവസ്ഥ നോക്കി ചിരിക്കും. കണ്ണാടിപ്പയ്യൻ ഓറിയോയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ എന്താ നടക്കണേ ചിന്തിച്ച് അവൻ വണ്ടർ അടിക്കുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഈ ഹോലോ ബ്രോയ്ക്ക് ഇത്രയും പവർ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സോ അവനെ കൊണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൻ നടക്കാൻ പോകുന്ന ഓരോരോ കാര്യങ്ങളും വളരെ തീവ്രമായിട്ട് തീഷ്ണമായിട്ട് നോക്കി നിൽക്കും. ഇവിടെ ആ ഹോലോ ലേഡി അവൾ കൺട്രോൾ പോയി ഫുൾ കലിപ്പില് പല്ലൊക്കെ കടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിനുശേഷം അവളുടെ റിയൽ ബീസ്റ്റ് ഫോമിലേക്ക് മാറി ഒരു ബേർഡിനെ പോലെ പറന്നു വന്ന് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കണ്ട് കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ 100-110 ഓടും. പക്ഷേ ബ്രോ ഹോളോ അവൻ കട്ടയ്ക്ക് നിന്ന് അതിനോട് പോരാടും. കണ്ണാടിപ്പയ്യൻ ഓറിയോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ അവന്റെ കോൺഫിഡൻസ് കൂടും. അവനും ഇപ്പൊ തിരികെ വന്ന് ബ്രോയുടെ കൂടെ തന്നെ നിന്ന് അവളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവളുടെ ഫെദേഴ്സിൽ അവളിപ്പോ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലേഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അത് കണ്ട് കണ്ണാടിപ്പയ്യൻ ഓറിയോ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു തൂണിന്റെ മുകളിലേക്ക് അങ്ങനെ വലിഞ്ഞു കയറി അവന്റെ പവർ അബ്സോർബ് ചെയ്ത് പവർഫുള്ളായ ഒരുപാട് ആരോസ് അവൾക്ക് നേരെ അച്ചറം പൊച്ചറ അയക്കുകയാണ്. അവളുടെ ബ്ലേഡ് ഉപയോഗിച്ച് ആരോ പവറുകളെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. പക്ഷെ എന്താ അല്പസമയം കഴിയുമ്പോഴേക്കും അവളുടെ ആ ബ്ലേഡ്സ് അത് നല്ല രീതിയിൽ ഷിവർ ചെയ്യുകയാണ്. അവളുടെ കോൺഫിഡൻസും പവറും അത് പതിയെ പതിയെ നഷ്ടപ്പെടുകയാണെന്ന് നമ്മുടെ ആൾക്കാർക്ക് ബോധ്യം വരും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഉറപ്പിക്കും അവളെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ഇല്ലാതാക്കേണ്ടത് അവളുടെ പവർഫുൾ ബ്ലേഡാണ്. അത് ഓൾറെഡി വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. സോ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് ഓടി അടുക്കും. അതിനുശേഷം ബ്രോയെ നോക്കി അവൻ നിലവിളിച്ച് പറയും, ബ്രോ എത്രയും വേഗം നിന്റെ സ്പീഡ് പവർ അതുപയോഗിച്ച് അവൾ അറ്റാക്ക് ചെയ്യുക. ബ്രോയ്ക്കാണെങ്കിൽ അത് കേട്ട് ആദ്യം അവന്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ അവൻ പറഞ്ഞതിന് കണ്ണാടിപ്പയ്യന് റെസ്പെക്ട് കൊടുത്ത് അവനിപ്പോ അവന്റെ സ്പീഡ് പവർ അത് പുറത്തേക്കെടുക്കാൻ റെഡി ആവുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ അരങ്കാർ ലേഡിയെ കാണിക്കും. അവളാണെങ്കിൽ ആ ഗ്യാപ്പിൽ വേറെ എന്തോ കുതന്ത്രമൊക്കെ ആലോചിച്ച് താഴ്ന്നു പറക്കാൻ തുടങ്ങും. അവളങ്ങനെ താഴ്ന്നു പറന്ന് നമ്മുടെ ആൾക്കാരുടെ ക്ലോസ് തന്നെ താമസം അവൾ തന്നെ അവളുടെ വിങ്സിലുള്ള ബ്ലേഡുകളെല്ലാം ഡിറ്റാച്ച് ചെയ്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ അച്ചറം പൊച്ചറ എറിയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ കണ്ണാടിപ്പയ്യൻ ഇപ്പൊ ബ്രോയെ പിടിച്ചു വലിച്ച് ആ ബ്ലേഡുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് ഓടും. പക്ഷെ അവളാണെങ്കിൽ അപ്പോഴും കൺട്രോൾ ചെയ്യാൻ തയ്യാറാവാതെ വീണ്ടും വീണ്ടും ബ്ലേഡ് അവർക്ക് നേരെ എറിയാണ്. കണ്ണാടിപ്പയ്യൻ രണ്ടാമൊന്നും ചിന്തിക്കാതെ ഒരു പില്ലറിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറും. അതിനുശേഷം ആദ്യ ആരോ ഉപയോഗിച്ച് ബ്രോയെ അറ്റാക്ക് ചെയ്ത് ഇപ്പം ആ റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അവനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക എന്നതാണ് നമ്മുടെ കണ്ണാടിപ്പയ്യൻ്റെ ഫസ്റ്റ് ലക്ഷ്യം. അതിനുശേഷം കണ്ണാടിപ്പയ്യൻ വീണ്ടും ആ ലേഡിക്ക് നേരെ തിരിയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാതെ അവളുടെ അറ്റാക്കിംഗ് മെത്തേഡും സ്റ്റൈലും പവറും ഒക്കെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യും. അതിനുശേഷം അതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ചിന്തിച്ച് അവന്റെ അൺലിമിറ്റഡ് പവർ അതങ്ങനെ പതിയെ പതിയെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ലേഡി ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അവളുടെ ബ്ലേഡുകൾ അങ്ങനെ കറക്കി കറക്കി കണ്ണാടിപ്പയ്യന് നേരെ പറന്നടുക്കുകയാണ്. ബ്ലേഡുകൾ തൊട്ടടുത്തെത്തേണ്ട താമസം കണ്ണാടിപ്പയ്യൻ ഓറിയോ അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അതിനുശേഷം വീണ്ടും അവന്റെ അൺലിമിറ്റഡ് പവർ അതങ്ങനെ പൗസ് ചെയ്ത് കാര്യമായിട്ട് എന്തോ ആലോചിക്കും. ആ സമയം അരങ്കാർ ലേഡിയുടെ അഹങ്കാരവും കോൺഫിഡൻസും 10 മടങ്ങാവുകയാണ്. ഇതുപോലെ ഒരു തവണ കൂടെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കണ്ണാടിപ്പയ്യനെ ഇല്ലാതാക്കാൻ കഴിയുന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അത് അവൾക്ക് കൈവരും. അവളങ്ങനെ കറങ്ങി കറങ്ങി വന്ന് ബ്ലേഡുകളെല്ലാം തന്നെ വീണ്ടും അവന് നേരെ ആഞ്ഞടിപ്പിക്കും. പക്ഷെ ഇത്തവണ അവൾക്കൊരു വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്ത് ആ ബ്ലേഡുകൾ അങ്ങനെ രണ്ടായിട്ട് വെട്ടി താഴെ ഇടുകയാണ്. അതുകൊണ്ട് ആ അരങ്കാർ പെണ്ണ് അവളാണെങ്കിൽ കൺഫ്യൂസ്ഡായി വണ്ടർ അടിച്ച് ഓറിയോ തന്നെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.